നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കീഴൂരിൽ നിന്നും കാണാതായ പ്രവാസി യുവാവ് മുഹമ്മദ് റിയാസിന്റെ മൃതദേഹം തൃശൂർ അഴീക്കോട് കടലിൽ കണ്ടെത്തി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. സ്വർണ്ണ ഇടപാടിൽ പണം നഷ്ടമായി. ഇടനിലക്കാരെ കാസർഗോഡ് പെരിയാട്ടടുക്കത്ത് തട്ടിക്കൊണ്ടുവന്ന് ക്രൂരമായി മർദ്ദിച്ചു. 6 പേർ അറസ്റ്റിൽ. അഴിമതി ഭരണം അവസാനിപ്പിക്കണമെന്നും മധൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നും ആവശ്യം. UDF ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു. പി രാഘവൻ സ്മാരക ട്രസ്റ്റ് ഉദ്ഘാടനം കാസർഗോഡ് നടന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. സത്താർ വടക്കുംപാട് നടത്തിയ ഇടപെടൽ വിജയം. വയലോടിയിലെ കൊടക്കൽ കുഞ്ഞിരാമനും കുടുംബത്തിനും വീട് നിർമ്മാണത്തിനുള്ള അനുമതി ലഭിച്ചു. കാസർഗോഡ് പാറക്കട്ട റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷവും വാർഷികാഘോഷവും സംഘടിപ്പിച്ചു. നാർക്കോട്ടിക് DYSP ചന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കീഴൂർ മത്സ്യബന്ധന തുറമുഖത്ത് ചൂണ്ടയിടുന്നതിനിടയിൽ കാണാതായ പ്രവാസി യുവാവ് മുഹമ്മദ് റിയാസിന്റെ മൃതദേഹം കണ്ടെത്തി. തൃശൂരിലെ അഴീക്കോട് കടലിലാണ് മൃതദേഹം കണ്ടത്. അപകടത്തിൽപ്പെടുന്ന സമയത്ത് ധരിച്ചിരുന്ന ട്രാക്ക് സ്യൂട്ടും മൊബൈൽ ഫോണും സിമ്മും തിരിച്ചറിഞ്ഞാണ് മൃതദേഹം റിയാസിന്റേതാണെന്ന് ഉറപ്പാക്കിയത്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. കീഴൂർ മത്സ്യബന്ധന തുറമുഖത്ത് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതിനിടെ കാണാതായ ചെമ്മനാട് കല്ലുവളപ്പിലെ പ്രവാസി യുവാവ് മുഹമ്മദ് റിയാസിന്റെ മൃതദേഹം തൃശൂരിലെ അഴീക്കോട് തീരത്തോട് ചേർന്ന് കടലിലാണ് കണ്ടത്. കരയ്ക്കടുപ്പിച്ച് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം റിയാസിൻ്റേതെന്ന് ഉറപ്പിച്ചത്. അപകടത്തിൽപ്പെടുന്ന സമയത്ത് ധരിച്ചിരുന്ന ട്രാക്ക് സ്യൂട്ടും മൊബൈൽ ഫോണും സിമ്മുമാണ് മൃതദേഹം തിരിച്ചറിയുവാൻ സഹായകരമായത്. കഴിഞ്ഞ 31 പുലർച്ചെ 5:30 മണിയോടെയാണ് മുഹമ്മദ് റിയാസ് അപകടത്തിൽപ്പെട്ടത്. കീഴൂർ മത്സ്യബന്ധന തുറമുഖത്ത് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതിനിടെ കാൽ തെറ്റി കടലിലേക്ക് വീഴുകയായിരുന്നു. റിയാസിനെ കണ്ടെത്തുവാൻ പോലീസും ഫയർഫോഴ്സും തീരദേശ പോലീസും നേവിയിലെ മുങ്ങൽ വിദഗ്ധരും കീഴൂരിലെത്തി തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പയും കീഴൂരിലെത്തി തിരച്ചിൽ നടത്തിയിരുന്നു. റിയാസിനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രക്ഷോഭരംഗത്തായിരുന്നു. നാട്ടുകാർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധം നടത്തുകയും വിഷയത്തിൽ കലക്ടർ ഇടപെട്ട് ചർച്ച നടത്തുകയും തിരച്ചിൽ ഊർജിതമാക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് തൃശൂരിലെ അഴീക്കോട് നിന്നും മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. വിവരമറിഞ്ഞ് റിയാസിൻ്റെ ബന്ധുക്കൾ തൃശൂരിലെത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സ്വർണ്ണക്കച്ചവടവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് പെരിയാട്ടടുക്കത്ത് 2 പേരെ കാറിൽ തട്ടിക്കൊണ്ടുവന്ന് വധിക്കാൻ ശ്രമം. 3 നില കെട്ടിടത്തിലെ മുകളിലെ മുറിയിൽ പൂട്ടിയിട്ട് 6 അംഗ സംഘമാണ് വധശ്രമം നടത്തിയത്. സംഭവത്തിൽ കാസർഗോഡ് സ്വദേശികൾ ഉൾപ്പെടെയുള്ള 6 പേരെ ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കർണാടക ബെൽഗാമിൽ സ്വർണ്ണക്കച്ചവടവുമായി ബന്ധപ്പെട്ട് 2 പേരെ കാറിൽ തട്ടിക്കൊണ്ടുവന്ന് മുറിയിൽ പൂട്ടിയിട്ട് വധിക്കുവാൻ ശ്രമിച്ചു. നീലേശ്വരം കോട്ടപ്പുറം കോട്ടയിൽ ഹൗസിൽ ഷെരീഫ് ഇടക്കാവിൽ, കോട്ടയം കാഞ്ഞിരപ്പള്ളി 26-ാം മൈൽ തട്ടാപ്പറമ്പടി M സജി എന്നിവരെയാണ് 6 അംഗ സംഘം വധിക്കുവാൻ ശ്രമിച്ചത്. ദേശീയപാതയിൽ പെരിയാട്ടടുക്കത്തെ ടയർ കടയുടെ സമീപത്തെ 3 നില കെട്ടിടത്തിൻ്റെ മുകളിലെ മുറിയിലാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ 3 മണിക്ക് 2 പേരെയും എത്തിച്ച് വധിക്കുവാൻ ശ്രമിച്ചത്. വിവരമറിഞ്ഞ് ബേക്കൽ പോലീസ് എത്തുകയും 2 പേരെ രക്ഷിക്കുകയും 6 അംഗ സംഘത്തെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. പാലക്കാട് ശ്രീകൃഷ്ണപുരത്തെ V അജയകുമാർ, കാസർഗോഡ് നെല്ലിക്കട്ട സ്വദേശികളായ KH സൽമാൻ ഫാരിസ്, AJ ഹംസത്തുൽ കരാർ എന്ന ഹംസ, AH മജീദ്, പെരിയാട്ടടുക്കത്തെ M മുഹമ്മദ് അഷ്റഫ്, CH മുഹമ്മദ് റംഷീദ് എന്നിവരെയാണ് ഇൻസ്പെക്ടർ KP ഷൈനിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഷെരീഫും സജിയും പഴയ സ്വർണം വാങ്ങുവാൻ ബെൽഗാമിൽ പോയിരുന്നു. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന 7 ലക്ഷം രൂപ കർണാടകയിലെ സംഘം കബളിപ്പിച്ച് തട്ടിയെടുത്തു. പണം നഷ്ടപ്പെട്ട് ബെൽഗാമിൽ നിന്നും ബസ്സിൽ മംഗളൂരുവിൽ തിരിച്ചെത്തിയ ഇവരെ ദൗത്യമേൽപ്പിച്ച 6 അംഗ സംഘം കാറിൽ പെരിയാട്ടടുക്കത്തേക്ക് തട്ടിക്കൊണ്ടുവരികയും ഇരുമ്പുവടി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിച്ച് വധിക്കുവാൻ ശ്രമിക്കുകയുമായിരുന്നുവെന്നാണ് പരാതി. അറസ്റ്റിലായ 6 അംഗ സംഘം നഷ്ടപ്പെട്ട പണം തിരിച്ചു ചോദിച്ചാണ് വധിക്കുവാൻ ശ്രമിച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പ്രതികളെ വിട്ടുകിട്ടുവാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് UDF മധൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു. മധൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുൻവശത്ത് സംഘടിപ്പിച്ച സമരം മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി A. അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മധൂർ പഞ്ചായത്തിൽ വിവിധ പദ്ധതികളിൽ വലിയ അഴിമതിയാണ് നടന്നതെന്ന് ആരോപിച്ചും ഇത്തരത്തിലുള്ള അഴിമതി ഭരണം അവസാനിപ്പിക്കുക, മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുമാണ് UDF മധൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്ത് ഉപവാസ സമരം സംഘടിപ്പിച്ചത്. സമരത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി A. അബ്ദുൾ റഹ്മാൻ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. മധൂർ പഞ്ചായത്തിലെ BJP ഭരണകൂടം ജനങ്ങളെ നികുതിപ്പണം കൊള്ളടിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ലഭിക്കേണ്ട വികസന പദ്ധതികൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് ജനങ്ങളെല്ലാം ഒന്നടങ്കം വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവിടെ ഭരണം നടത്തുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നീതിയുക്തമായ ഒരു ഭരണ സംവിധാനം ഉണ്ടാകേണ്ട ഗ്രാമപഞ്ചായത്തിൽ പക്ഷപാതപരമായിട്ടാണ് നടപടികൾ പൂർത്തീകരിക്കുന്നതെന്ന് പഞ്ചായത്ത് ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ യാതൊരുവിധ മുൻപരിചയവുമില്ലാത്ത രീതിയിലാണ് BJPയുടെ ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ഹാരിസ് ചൂരി അധ്യക്ഷത വഹിച്ചു. UDF പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ സുമിത്രൻ PP സ്വാഗതം പറഞ്ഞു. KPCC സെക്രട്ടറി K. നീലകണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. UDF മണ്ഡലം ചെയർമാൻ മാഹിൻ കേളോട്ട്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രാജീവൻ നമ്പ്യാർ, മുസ്ലിം ലീഗ് മധൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ, ജനറൽ സെക്രട്ടറി മജീദ് പട്ല, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CA സൈമ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജമീല അഹമ്മദ്, STU ജില്ലാ സെക്രട്ടറി മുത്തലിബ് പാറക്കട്ട തുടങ്ങി നിരവധി നേതാക്കളും പഞ്ചായത്ത് അംഗങ്ങളും സമരത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. P. രാഘവൻ സ്മാരക ട്രസ്റ്റ് ഉദ്ഘാടനം കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ട്രസ്റ്റ് ഉദ്ഘാടനം നിർവഹിച്ചു. P. രാഘവന്റെ കനലരിയും ഓർമ്മകൾ ആത്മകഥാ പ്രകാശനവും ഡോക്യുമെന്ററി പ്രകാശനവും നടന്നു. P. രാഘവൻ സ്മാരക ട്രസ്റ്റ് പ്രവർത്തനോദ്ഘാടനവും ആത്മകഥാ ഡോക്യുമെന്ററി പ്രകാശനവും കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു. പ്രവർത്തനോദ്ഘാടനം MV ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു. ഗവൺമെൻറ് എഫിലിയേഷനോടുകൂടി യൂണിവേഴ്സിറ്റി എഫിലിയേഷനോടുകൂടി പീപ്പിൾസ് കോളേജ് പോലെ ഒരു കോളേജ് കേരളത്തിൽ ആദ്യമായിട്ട് ആരംഭിച്ചത് സഖാവ് P. രാഘവേട്ടനാണ് എന്ന് അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്മരണ ഉയർത്തുമ്പോൾ നമുക്കറിയാം. അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് ഞാൻ പിന്നീട് മോറോഴ കോളേജ് ഉണ്ടാക്കി. കർണാടക മേഖലയിൽ ഒരു കോളേജ് ഉണ്ടാക്കണം. രാഘവേട്ടന് പീപ്പിൾസ് കോളേജ് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ മോറോഴ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ടാക്കാൻ നമുക്കെന്താ പ്രയാസം എന്ന് ആലോചിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ കോളേജ് ഉണ്ടാക്കുന്നത്. മോറോഴ കോളേജുണ്ട്, അഞ്ചാംകുടി കോളേജുണ്ട്, കാതർ കോളേജുണ്ട്, കാഞ്ഞങ്ങാട് കോളേജുണ്ട്. ഇതൊക്കെ സഹകരണ മേഖലയിൽ ഇതിൻ്റെ എല്ലാം തുടക്കക്കാരനാരാണെന്ന് ചോദിച്ചാൽ എന്നെ ആവേശപ്പെടുത്തിയിട്ടുള്ളത് സഖാവ് രാഘവേട്ടൻ തന്നെയാണ്. P. രാഘവന്റെ കനലരിയും ഓർമ്മകൾ ആത്മകഥാ പ്രകാശനം CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് നിർവഹിച്ചു. ഗ്രന്ഥാലോകം ചീഫ് എഡിറ്റർ PVK പനയാൽ ഏറ്റുവാങ്ങി. P. രാഘവനെക്കുറിച്ച് തയ്യാറാക്കിയ 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണ മാസ്റ്റർ പ്രകാശനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ A. മാധവൻ അധ്യക്ഷത വഹിച്ചു. MLA മാരായ E. ചന്ദ്രശേഖരൻ, NA നെല്ലിക്കുന്ന്, CH കുഞ്ഞമ്പു, M. രാജഗോപാലൻ, മുൻ MLA KP സതീഷ് ചന്ദ്രൻ, കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം, P. രാഘവന്റെ ഭാര്യ കമല, ഡോക്ടർ C. ബാലൻ, സണ്ണി ജോസഫ്, T. ജാനകി എന്നിവർ സംസാരിച്ചു. ട്രസ്റ്റ് വൈസ് ചെയർമാൻ AG നായർ സ്വാഗതവും ട്രസ്റ്റ് സെക്രട്ടറി P. രാഘവൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ വയലോടിയിലെ കൊടക്കൽ കുഞ്ഞിരാമനും കുടുംബത്തിനും വീട് നിർമ്മാണത്തിനുള്ള അനുമതി നേടിയെടുക്കുന്നതിനായി സത്താർ വടക്കുംപാട് എന്ന ജനപ്രതിനിധി നടത്തിയ ഇടപെടൽ വിജയം. ജില്ലാ ആസ്ഥാനത്തും തിരുവനന്തപുരത്തുമായി ഇതിനായി 1.5 വർഷമാണ് ഗ്രാമപഞ്ചായത്ത് അംഗമായ സത്താർ വടക്കുംപാട് പോരാട്ടം നടത്തിയത്. തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ 18-ാം വാർഡിലെ വയലോടിയിലുള്ള തൊഴിലുറപ്പ് തൊഴിലാളി കൊടക്കൽ കുഞ്ഞിരാമന്റെ 10 അംഗ കുടുംബത്തിന്റെ പതിറ്റാണ്ടുകളായുള്ള വീട് തകർന്ന് താമസിക്കാൻ കഴിയാത്ത വിധത്തിലായതോടെ ഓലഷെഡിലേക്ക് മാറിയിരുന്നു. 10 അംഗങ്ങളുള്ള കുടുംബത്തിന് അടച്ചുറപ്പുള്ള വീട് വേണമെന്ന ആവശ്യം 8 വർഷമായി ഉന്നയിച്ചുകൊണ്ടിരുന്നെങ്കിലും 2 വർഷം മുമ്പാണ് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് അനുവദിച്ചത്. വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുമെന്ന പ്രതീക്ഷയിൽ ഇവർ കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല. അനുവദിക്കപ്പെട്ട വീട് തീരദേശ പരിപാലന അതോറിറ്റിയുടെ ക്ലിയറൻസ് ഇല്ലാത്തതുമൂലം പഞ്ചായത്ത് അനുമതി ലഭിച്ചില്ല. തീരദേശ അതോറിറ്റിയുടെ നിരാക്ഷേപ പത്രത്തിന് അപേക്ഷ കൊടുത്തിട്ട് കഴിഞ്ഞ 1.5 വർഷമായി കുഞ്ഞിരാമനും കുടുംബാംഗങ്ങളും പല ഓഫീസുകളിലും കയറിയിറങ്ങി. തീരദേശ അതോറിറ്റി അന്യായമായ പല കാരണങ്ങൾ നിരത്തി ഈ കുടുംബത്തെ വട്ടം കറക്കിയപ്പോൾ
18ാം വാർഡ് അംഗവും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ സത്താർ വടക്കുംപാട് കാസർഗോഡ് MLA എൻ.എ. നെല്ലിക്കുന്ന് മുഖേന സംസ്ഥാന തീരദേശ അതോറിറ്റിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിഹാരമായത്. ലൈഫ് ഭവനത്തിന് അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുകയാണ്. പല കാരണത്താൽ തള്ളി ഒടുവിൽ പാസ്സായപ്പോൾ സിയാദത്തിൻ്റെ പേര് പറഞ്ഞ് ഇവർക്ക് പ്ലാൻ പാസ്സാവുന്നില്ല. കഴിഞ്ഞ 1.5 വർഷമായി ഇതിൻ്റെ പിറകിലാണ് ഇവർ നടക്കുന്നത്. അതിനുശേഷം ഞാൻ ഇടപെട്ടു. അതിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടു. എന്നെ നെല്ലിക്കുന്നു നമ്മൾ MP ഒക്കെ ഇടപെട്ടു. വളരെ വേഗത്തിൽ അത് ആകാൻ വേണ്ടി ശ്രമം നടത്തിയെങ്കിലും വീണ്ടും ജില്ലാ അതോറിറ്റി കൽപ്പിച്ചു. ഒടുവിൽ മനുഷ്യാവകാശ കമ്മീഷൻ സമീപിച്ചു. കഴിഞ്ഞ ദിവസം അതിൻ്റെ ഉത്തരവ് കിട്ടിയിരിക്കുന്നു. ഇനി വളരെ വേഗത്തിൽ ഇതിൻ്റെ അഡ്വാൻസ് കൊടുത്തുകൊണ്ട് ഈ വീടിൻ്റെ നിർമ്മാണം ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന തീരദേശ അതോറിറ്റി നിരാക്ഷേപ പത്രം കൊടുക്കാൻ ജില്ലാ അതോറിറ്റിയോട് നിർദ്ദേശിച്ചെങ്കിലും വീണ്ടും നീണ്ടുപോയതോടെ സത്താർ വടക്കുംപാട് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകുകയും അതിന്റെ വിചാരണ ആരംഭിക്കാനിരിക്കെ കഴിഞ്ഞ ദിവസം ഉത്തരവിറങ്ങി. ഒരു കൊല്ലമായി വീട്ടിന് വേണ്ടിയിട്ട് അമ്മ അപേക്ഷ കൊടുക്കുന്നു. ഒന്നും ഇതുവരെ ശരിയായിട്ട് കിട്ടിയിട്ട് നമുക്കിപ്പം മെമ്പർ ഇടപെട്ടുകൊണ്ട് നമുക്കിത് ശരിയായി കിട്ടി. നമുക്ക് അതിന് സന്തോഷമേ ഇല്ല. അതേസമയം ഈ വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അംഗം ഈ വർഷം ഫെബ്രുവരി 14 രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും തൃക്കരിപ്പൂർ MLA സ്ഥലം സന്ദർശിക്കാനോ കത്ത് നൽകിയ പഞ്ചായത്ത് അംഗത്തെ വിളിക്കാനോ തയ്യാറായില്ലെന്ന് സത്താർ വടക്കുംപാട് ആരോപിച്ചു. എൻ.എ. നെല്ലിക്കുന്ന് MLAയും രാജ്മോഹൻ ഉണ്ണിത്താൻ MPയും പ്രശ്നപരിഹാരത്തിൽ ഇടപെട്ടത് നന്ദിപൂർവ്വം ഓർക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് അടുക്കത്ത് ബയൽ ഗുത്തൂർ റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും ഓണാഘോഷവും നടത്തി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷംസീദ ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. ഗുത്തറോഡ് റെസിഡൻസ് അസോസിയേഷൻ കുടുംബസംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. ഷാഫി മൗലവി കോമ്പൗണ്ടിൽ സംഘടിപ്പിച്ച പരിപാടി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ഷംസീദ ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. ഒരു അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. ഒരു നാടിന്റെ തന്നെ ഒരു അഭിമാനമാണ് ഈ റെസിഡൻസ് അസോസിയേഷൻ, ഗുത്ത് റെസിഡൻസ് അസോസിയേഷൻ. കാരണം നമ്മളെല്ലാവരും ഇവിടെ ഇപ്പോൾ 50ഓളം പേര് ചേർന്നിട്ടുണ്ടെങ്കിലും 50 പേർക്ക് വിവിധ തരത്തിലുള്ള ആശയങ്ങളാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ വിവിധ മതത്തിൽ നിന്ന് വന്നവരായിരിക്കാം, വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വന്നവരായിരിക്കാം, അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള വസ്ത്രധാരണയിലും ഞങ്ങളെല്ലാവരും വ്യത്യസ്തരല്ലേ. എന്നാലും നമ്മളെല്ലാവരും ഇതുപോലത്തെ ഒരു കൂട്ടായ്മയിൽ ഒരുമിച്ച് കൂടുമ്പോൾ അതൊരു നേട്ടം തന്നെയാണ്. എന്തായാലും ആ ഒരു നേട്ടം എപ്പോഴും ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. ഇത് ഒരു നാടിന്റെ തന്നെ ഒരു സമ്പത്താണ്, ഒരു മുതൽക്കൂട്ടാണ്. ഇനി ഫ്യൂച്ചറിലേക്കും ഇതുപോലെ തന്നെ ഉണ്ടാവട്ടെ. ആഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികളും മത്സരങ്ങളും അരങ്ങേറി. അസോസിയേഷൻ രക്ഷാധികാരി ഡോക്ടർ A. അബ്ദുൽ സത്താർ മത്സര വിജയികൾക്ക് സമ്മാന വിതരണവും നടത്തി. അസോസിയേഷൻ പ്രസിഡന്റ് കൊടിവളപ്പ് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. റെസിഡൻസ് അസോസിയേഷൻ ഫ്രാക് ജില്ലാ സെക്രട്ടറി A. പ്രഭാകരൻ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഗുത്തറോഡ് റെസിഡൻസ് സെക്രട്ടറി അബ്ബാസ് അലി ചേരങ്കൈ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മഹാബല നായക്, A.K. അൻവർ, മൗലവി ഷാഫി, മൻസൂർ കൽക്കത്ത, ഡോക്ടർ സൂഫിയ അവനാഷ്, ഡോക്ടർ നിഹാൽ തസ്ലീം, K.T. അവനാഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സെക്രട്ടറി ലോകേഷ് നായക് സ്വാഗതവും ട്രഷറർ K.K. മുഹമ്മദ് അൻവർ നന്ദിയും പറഞ്ഞു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പരിപാടിയിൽ അനുമോദിച്ചു. 50ഓളം കുടുംബങ്ങളടങ്ങുന്ന അസോസിയേഷൻ ഓണാഘോഷ വാർഷികാഘോഷ പരിപാടി വിഭവസമൃദ്ധമായ ഓണസദ്യയോടെ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പാറക്കട്ട റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷവും വാർഷികാഘോഷവും സംഘടിപ്പിച്ചു. നാർക്കോട്ടിക് DYSP ചന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് പാറക്കട്ട റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷവും വാർഷികാഘോഷവും സംഘടിപ്പിച്ചു. നാർക്കോട്ടിക് DYSP ചന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. അപ്പം നമുക്ക് പരമാവധി നമ്മുടെ കുടുംബങ്ങൾ ഈ 140 റെസിഡൻസിന്റെ 140 കുടുംബങ്ങളും ഒരു കുടുംബമായിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിക്കുക, സംസാരിക്കുക, നമ്മളെ കാണുമ്പോഴൊക്കെ പുഞ്ചിരിക്കുക. ഇതിനൊന്നും വലിയ പൈസ കൊടുക്കേണ്ട കാര്യമില്ല, നമുക്ക് വില കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല. ഒന്ന് കാണുമ്പോൾ ഒന്ന് ചിരിക്കുക, ഒരു ഹായ് പറയുക, എന്താ സന്തോഷമല്ലേ, അല്ലെങ്കിൽ എന്തുകൊണ്ട് വിശേഷം എന്ന് പറഞ്ഞ് ഷെയർ ചെയ്യുമ്പോഴേക്കും നമ്മുടെ പ്രയാസമുള്ളവരുടെ പ്രയാസം മാറുന്നു. അല്ലെങ്കിൽ പറയും, എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മകന് ഇങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ മകൾക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പം പഠിത്തത്തിൽ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവരെ സാന്ത്വനിപ്പിക്കാനും നമ്മുടെ സാന്ത്വന വാക്കുവഴി അവർക്ക് അവരുടെ പ്രയാസങ്ങളെ കുറിച്ച് മാറ്റുവാനൊക്കെ കഴിയും. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് CA ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KCN ഡയറക്ടർ ലോകേഷ് മീപ്പുഗിരി, അനിത നാരായണൻ, തൻവി കിഷോർ എന്നിവരെ റെസിഡൻസ് അസോസിയേഷൻ രക്ഷാധികാരി K. ജയചന്ദ്രൻ ആദരിച്ചു.
PRA രക്ഷാധികാരി YK ഗോവിന്ദഭട്ട്, കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി ഗൈനക്കോളജിസ്റ്റ് ശോഭയെ, PRA എക്സിക്യൂട്ടീവ് അംഗം രേഷ്മ പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സമ്മാനദാനം നടത്തി. ഫസ്റ്റ് പ്രൈസ് പൂക്കളം നമ്പർ 3-ക്കാണ് ഫസ്റ്റ് പ്രൈസ്. സെക്കൻഡ് പ്രൈസ് രണ്ട് ടീം ഷെയർ ചെയ്യാണ്. പൂക്കളം നമ്പർ 1 പൂക്കളം നമ്പർ 2. തേർഡ് പ്രൈസ് പൂക്കളം നമ്പർ 4. തയ്യാറാക്കിയ വേദിയിൽ മാറ്റിവെച്ചത് ശക്തമായ പോരാട്ടം. PRA സെക്രട്ടറി ജുനൈദ് അബ്ദുള്ള സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി കിഷോർ KT നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുട്ടികളുടെ വൈവിധ്യമാർന്ന വസ്ത്രശേഖരവുമായി ആപാസ് കിഡ് കാസർഗോഡ് ആലമ്പാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രൗഢമായ ചടങ്ങിൽ ആലമ്പാടി ഖത്തീബ് PV അബ്ദുൾ സലാം ദാരിമി ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്ക് വിപുലമായ ഓഫറുകൾ ലഭ്യമാണ്. കുട്ടികളുടെ വൈവിധ്യമാർന്ന വസ്ത്ര കളക്ഷനുകളുടെ അതിവിപുലമായ കളക്ഷനുകളുമായി ആപ്പാസ് കിഡ് കാസർഗോഡ് ആലമ്പാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ആലമ്പാടി നാൽത്തടുക്ക ആപ്പാസ് കോംപ്ലക്സിലാണ് ഷോറൂം ആരംഭിച്ചത്. പ്രൗഢമായ ചടങ്ങിൽ ആലമ്പാടി ഖത്തീബ് PV അബ്ദുൾ സലാം ദാരിമി ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ടാക്സ് പ്രാക്ടീഷണേഴ്സ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സുരേന്ദ്രൻ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായ ഷാലു കിങ്, ഫവാസ് കാസർഗോഡ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. വാർഡ് മെമ്പർ ബഷീർ, വേണു തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. ജേഴ്സി വിൽപ്പന രംഗത്ത് വിജയഗാഥ രചിച്ച ആപ്പാസിന്റെ മറ്റൊരു സംരംഭമാണ് ആപ്പാസ് കിഡ്. കുട്ടികളുടെ എല്ലാവിധ ഇമ്പോർട്ടഡ് വസ്ത്രങ്ങളും ആപ്പാസ് കിഡിൽ നിന്നും ലഭിക്കും. ഏറ്റവും പുതിയ മോഡലുകളിലുള്ള ട്രെൻഡിംഗ് വസ്ത്രങ്ങളുടെ വിശാലമായ കളക്ഷനുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളുമായി ആരംഭിച്ച ഷോറൂം എല്ലാ രീതിയിലും ഉപഭോക്താക്കൾക്ക് പൂർണ്ണ സംതൃപ്തിയേകും. കാസർഗോഡ് നൽകിയ സ്നേഹമാണ് ജേഴ്സി രംഗത്ത് വിജയക്കുതിപ്പേകുവാൻ സഹായിച്ചതെന്നും പുതിയ സംരംഭം ഉപഭോക്താക്കൾക്ക് മികച്ച ഷോപ്പിംഗ് അനുഭവമായിരിക്കുമെന്നും മാനേജിംഗ് പാർട്ണർ സലീം ആപ്പാസ് പറഞ്ഞു. ആപ്പാസിനെ മുന്നേ അറിയപ്പെടുന്നുണ്ടായത് ജേഴ്സി ആണ്, നമ്മൾ സ്പോർട്സിൻ്റെ ഇല്ലാണ്. ഇപ്പോൾ പുതിയൊരു സംരംഭമായിട്ട് ഞങ്ങൾ ചിൽഡ്രൻസിൻ്റെ കിഡ്സ് ഡ്രസ്സ് ഇമ്പോർട്ട് ഐറ്റം പുതിയതായിട്ട് പല കളക്ഷനായിട്ടും ഐറ്റം ചാലുവാക്കിയിട്ടുണ്ട്. അത് പല സ്കേർട്ട്, പുള്ളറ, ജീൻസ്, ഷോർട്സ്, പല ക്വാളിറ്റി വൈസ് ആയിട്ട് നമ്മൾ നല്ല നല്ല ഐറ്റമാണ്, വെറൈറ്റി ഐറ്റം പുതിയതായിട്ട് സംരംഭം ആരംഭിച്ചിട്ടുണ്ട്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി 20% വരെ കിഴിവോടെ വസ്ത്രങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള അവസരവും കൂടാതെ 1500 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ലക്കി ഡ്രോയിലൂടെ ഗോൾഡ് കോയിൻ സ്വന്തമാക്കാനുള്ള അവസരവും ആപ്പാസ് കിഡ് ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കരനെൽ കൃഷിയിൽ 100 മേനി കൊയ്ത് ജനശ്രീ സുസ്ഥിര വികസന മിഷൻ. പിലിക്കോട് വയൽ പ്രിയദർശിനി ജനശ്രീ യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് 1/2 ഏക്കർ വയലിലെ കരനെൽ കൃഷി വിളവെടുത്തത്. പിലിക്കോട് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും എത്തിച്ച അത്യുൽപാദന ശേഷിയുള്ള മനുരത്ന നെൽവിത്താണ് 2 യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്തത്. ജനശ്രീ പ്രവർത്തകരായ 35 പേരാണ് വയലിലിറങ്ങി കൃഷിപ്പണിക്ക് നേതൃത്വം നൽകിയത്. 1/2 ഏക്കറിലിറക്കിയ നെൽകൃഷി അത്യുൽപാദന ശേഷിയുള്ള വിത്തായതിനാൽ ചുരുങ്ങിയ വേളയിൽ തന്നെ വിളഞ്ഞ് കൊയ്യാൻ പാകമായി. കൊയ്തെടുത്ത നെൽക്കറ്റകൾ ജനശ്രീ അംഗങ്ങൾ തല്ലി നെൽമണികൾ വേർപെടുത്തി ശേഖരിച്ചു. അടുത്ത വർഷം കൂടുതൽ സ്ഥലത്ത് കൃഷിയിറക്കാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി വിത്ത് ശേഖരിച്ചു വച്ച് ബാക്കി വരുന്ന നെല്ല് അരിയാക്കി ജനശ്രീ അംഗങ്ങളുടെ കുടുംബസംഗമത്തിൽ ഭക്ഷണത്തിന് ഉപയോഗിക്കും. പിലിക്കോട് വയൽ പ്രിയദർശിനി മന്ദിര പരിസരത്ത് നടന്ന ചടങ്ങിൽ UDF തൃക്കരിപ്പൂർ മണ്ഡലം കൺവീനർ P കുഞ്ഞിക്കണ്ണൻ കൊയ്ത് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് കിട്ടേണ്ട ഭക്ഷണങ്ങൾക്കൊക്കെ തന്നെ സാധനങ്ങൾ മൊത്തം പുറമേ നിന്ന് നമ്മുടെ സംസ്ഥാനത്തേക്ക് വരേണ്ട ഒരവസ്ഥയാണ്. അത് വന്നില്ലെങ്കിൽ നമ്മൾ പട്ടിണി കിടക്കും. നമ്മുടെ കേരളത്തിലെ ഏറ്റവും നെല്ലറിയായ കുട്ടനാട് പോലും ഇപ്പോൾ കൃഷീൻ്റെ കാര്യത്തിൽ വളരെ പുറകോട്ടാണ്. അവർ കൃഷി ചെയ്യുന്ന നെല്ലിന് പോലും വില കിട്ടാതെ കണ്ട് അവർ കഷ്ടപ്പെടുകയാണ്. കാരണം ഒരു കൃഷി ഇറക്കണമെങ്കിൽ വലിയ സാമ്പത്തിക ബാധ്യതയാണ്. ആ ബാധ്യത പോലും നിറവേറ്റാൻ പറ്റുന്നില്ല. കടക്കണിയിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചടക്കാൻ പറ്റുന്നില്ല. നെല്ല് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കാശ് കിട്ടുന്നില്ല. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കൊണ്ട് കേരളത്തിലെ നെൽകൃഷി പൂർണ്ണമായും തകർച്ചയിലാണ്.
AV ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം K ഭജിത് മുഖ്യാതിഥിയായിരുന്നു. തൃക്കരിപ്പൂർ പഞ്ചായത്ത് അംഗം M രജീഷ് ബാബു, പിലിക്കോട് പഞ്ചായത്ത് അംഗം N സുലോചന, AV കുഞ്ഞികൃഷ്ണൻ, KV ദാമോദരൻ, കൊളങ്ങര രാഘവൻ, T രാജൻ, AV ബാബു, K പ്രീത, V ഗീത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വിദ്യാനഗർ ശിശു സൗഹൃദ പോലീസും PBM ഹയർ സെക്കൻഡറി സ്കൂളിലെ റെഡ് ക്രോസ് യൂണിറ്റും സംയുക്തമായി എടനീർ ചെമ്പൈൻ നിവാസികൾക്ക് ഓണക്കിറ്റ് വിതരണം നടത്തി. കാസർഗോഡ് SP ബാലകൃഷ്ണൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നന്മയുടെ സ്നേഹഹസ്തവുമായി വിദ്യാനഗർ ശിശു സൗഹൃദ പോലീസും PBM ഹയർ സെക്കൻഡറി സ്കൂളിലെ റെഡ് ക്രോസ് യൂണിറ്റും ഇവർ സംയുക്തമായി എടനീർ ചെമ്പൈൻ നിവാസികൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. കാസർഗോഡ് അഡീഷണൽ SP P ബാലകൃഷ്ണൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഓണം ആഘോഷിക്കാനുള്ള PBM വിദ്യാർത്ഥികളുടെ മഹത്തരമായ മനസ്സിന് അദ്ദേഹം അഭിനന്ദനങ്ങൾ അർപ്പിച്ചു. ആ മനുഷ്യത്വത്തെ കാണിക്കാൻ വേണ്ടി, സഹജീവി സ്നേഹം കാണിക്കാൻ വേണ്ടി, നമ്മുടെ കുട്ടികളെ സഹജീവി സ്നേഹം കാണിക്കാൻ വേണ്ടി നമ്മുടെ സ്കൂളിലത്തെ അധ്യാപകരും ബാക്കിയുള്ള പ്രിൻസിപ്പാളുകൾ PTA അടക്കമുള്ള ആൾക്കാർ യോജിച്ച് ചേർന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് കുട്ടികൾക്കും അതുപോലെ ബാക്കിയുള്ള എല്ലാവർക്കും മാതൃകയാണ് എന്ന് പറയാതെ വയ്യ. ഇപ്പോൾ മനുഷ്യന്മാരെന്താണ്, തന്നേക്കാൾ താഴെയുള്ളവരെ ചേർത്ത് നിർത്തുമ്പോഴാണ് നാം വലിയവരാകുന്നത്. നമ്മളെക്കാൾ താഴെയുള്ള നമ്മോട് ചേർത്തെടുക്കുക, നമ്മളെക്കാൾ താഴെയുള്ളവരെ ചേർത്ത് നിർത്തലാണ് നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും മഹത്തായ പാഠം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ എത്ര വലിയ പോസ്റ്റ് എത്തിയാലും ഒന്ന് താഴോട്ട് നോക്കുക. നിങ്ങളെക്കാൾ താഴെയുള്ളവരെ ചേർത്ത് നിർത്തുമ്പോഴാണ് നിങ്ങൾ വലിയവനാകുന്നത് എന്നുള്ള പാഠം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതിൻ്റെ ആദ്യ പാഠമാണ് ഇന്ന് നിങ്ങളുടെ ഗുരുക്കന്മാർ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ആ പാഠം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ആ പാഠം ഉൾക്കൊണ്ട് നിങ്ങൾ വലിയവരായി മാറുക. PBM പ്രിൻസിപ്പൽ നിസാം ബോവിക്കാനം സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് ഇബ്രാഹിം നെല്ലിക്കട്ട അധ്യക്ഷത വഹിച്ചു. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ MA മക്കാർ മാസ്റ്റർ, ചെങ്കള ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ വേണുഗോപാലൻ, വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ വിജയൻ മേലത്ത്, PTA വൈസ് പ്രസിഡന്റ് സലാം ചെർക്കള, PTA എക്സിക്യൂട്ടീവ് മെമ്പർ ഹുസൈൻ ബെർക്ക, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷീബ TV, SC പ്രൊമോട്ടർ മധുരാജ് എന്നിവർ സംസാരിച്ചു. റെഡ് ക്രോസ് കൺവീനർ അമീൻ ചെർക്കള നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പൊതുവിദ്യാഭ്യാസവും സർവീസ് രംഗവും കലുഷിതമാക്കുന്ന രീതിയിലുള്ള നടപടികളിൽ നിന്ന് പിന്തിരിയണമെന്ന് കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ KATF കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവ് ക്യാമ്പ് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഫാമേഴ്സ് ബാങ്ക് ഹാളിൽ നടന്ന ക്യാമ്പ് KATF സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം, കുമ്പള, കാസർഗോഡ്, ബേക്കൽ, ഹൊസ്തുർഗ്, ചിറ്റാരിക്കൽ, ചെറുവത്തൂർ ഉപജില്ലകളിൽ നിന്നെത്തിയ പ്രതിനിധികൾക്ക് നടത്തിയ ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ KATF കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് MTP റഷീദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി OM യഹ്യ ഖാൻ, എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ യൂസഫ് ആമത്തല, സെക്രട്ടറി VP യൂസഫ്, സംസ്ഥാന കൗൺസിലർമാരായ കുഞ്ഞബ്ദുള്ള മധുരങ്കൈ, അബ്ദുൽ സലാം അരിയിൽ, TK ബഷീർ, VP താജുദ്ദീൻ, M മുഹമ്മദ് റഫീഖ്, KS അസൈനാർ, CM ദാവൂദ്, AG മുസ്തഫ, VK ഷൗക്കത്ത് അലി, MK ഫാത്തിമ എന്നിവർ സംസാരിച്ചു. തുടർന്ന് AG അബ്ദുൽ ഹക്കീം, സത്താർ ആവതനാട് എന്നിവർ ക്ലാസ് എടുത്തു. രവീന്ദ്രനാഥ ടാഗോർ പീസ് ഓർഗനൈസേഷൻ ഗുരുരത്ന പുരസ്കാരം നേടിയ VKP ജലീലിന് ക്യാമ്പിൽ ആദരവ് നൽകി. സമാപന ചടങ്ങ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് BH നൌഷാദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി മൻസൂർ മാടമ്പാട്ട്, റിയാസ് വാഫി, യൂസഫ് ബന്നൂർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ബേക്കൽ ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബറിൽ നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം രാവണീശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. E ചന്ദ്രശേഖരൻ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. നാടൊരുമിച്ച് ബേക്കൽ ഉപജില്ലാ സ്കൂൾ കലോത്സവം വിജയിപ്പിക്കുമെന്ന് E ചന്ദ്രശേഖരൻ MLA രാവണീശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മത്സരാർത്ഥികളായി ഏതാണ്ട് 4000-ൽ പരം വിദ്യാർത്ഥികളുണ്ട്. അവരുടെ രക്ഷിതാക്കളെ പറഞ്ഞുണ്ടാവും. അവരുടെ കൂടെ അധ്യാപകർ ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങളിൽ നിന്നാണ്. ഏതാണ്ട് 4000-ൽ പരം ആളുകളുടെ ഒരു വലിയ ഒത്തുചേരലിന്റെ കൂട്ടായ്മയുടെ വിവിധങ്ങളായ കലാപരിപാടികളുടെ കലാപരിപാടികളുടെ ഒരു വലിയ രംഗമായിരിക്കും. PTA പ്രസിഡന്റ് P രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി.
ബേക്കൽ AEO അരവിന്ദ കെ കലോത്സവ വിശദീകരണം നടത്തി. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ, കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ A അശോകൻ, അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സബീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ K കൃഷ്ണൻ മാസ്റ്റർ, K മീന, ഷീബ ഉമർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MG പുഷ്പ, ബ്ലോക്ക് മെമ്പർ A ദാമോദരൻ, പഞ്ചായത്ത് അംഗം P മിനി, HM ഫോറം കൺവീനർ വിഷ്ണു നമ്പൂതിരി, SMC ചെയർമാൻ പവിത്രൻ AV, ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ ബാലചന്ദ്രൻ K, മദർ PTA പ്രസിഡന്റ് ധന്യ അരവിന്ദ് എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പാൾ K ജയചന്ദ്രൻ സ്വാഗതവും പ്രധാന അധ്യാപിക ബിന്ദു P നന്ദിയും പറഞ്ഞു. കലോത്സവം നവംബർ 2-ാം വാരം ഹരിത കലോത്സവമായി നടത്തുവാൻ തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കീഴൂരിൽ നിന്നും കാണാതായ പ്രവാസി യുവാവ് മുഹമ്മദ് റിയാസിന്റെ മൃതദേഹം തൃശൂർ അഴീക്കോട് കടലിൽ കണ്ടെത്തി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. സ്വർണ്ണ ഇടപാടിൽ പണം നഷ്ടമായി. ഇടനിലക്കാരെ കാസർഗോഡ് പെരിയാട്ടടുക്കത്ത് തട്ടിക്കൊണ്ടുവന്ന് ക്രൂരമായി മർദ്ദിച്ചു. 6 പേർ അറസ്റ്റിൽ. അഴിമതി ഭരണം അവസാനിപ്പിക്കണമെന്നും മധൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നും ആവശ്യം. UDF ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു. P രാഘവൻ സ്മാരക ട്രസ്റ്റ് ഉദ്ഘാടനം കാസർഗോട്ട് നടന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. സത്താർ വടക്കുംപാട് നടത്തിയ ഇടപെടൽ വിജയം. വയലോടിയിലെ കൊടക്കൽ കുഞ്ഞിരാമനും കുടുംബത്തിനും വീട് നിർമ്മാണത്തിനുള്ള അനുമതി ലഭിച്ചു. കാസർഗോഡ് പാറക്കട്ട റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷവും വാർഷികാഘോഷവും സംഘടിപ്പിച്ചു. നാർക്കോട്ടിക് DYSP ചന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.